നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സ്വകാര്യ വ്യക്തികൾക്കും ഇനി ചന്ദനമരം നട്ടുവളർത്താം. ട്രീ ബാങ്കിംഗ് പദ്ധതിയുമായി വനം വകുപ്പുമായി ഉടമ്പടി വയ്ക്കണം. ആരോഗ്യ മേഖലയിൽ പുത്തൻ ചുവടുമായി പാമ്പാടി താലൂക്ക് ആശുപത്രി. നവീകരിച്ച ഫാർമസി ബ്ലോക്കും ഡെന്റൽ വിഭാഗവും നാടിന് സമർപ്പിച്ചു. കോട്ടയം ജില്ലയിൽ വ്യാപക കൃഷിനാശം. കനത്ത കാറ്റിൽ കടപുഴകിയത് 1000 റബ്ബർ മരങ്ങൾ. അർഹമായ നഷ്ടപരിഹാരം വേണമെന്ന് കർഷകർ. PN പണിക്കരെ അനുസ്മരിച്ച് നാട്. വായനാ ദിനം ആചരിച്ചു. പുസ്തകങ്ങൾ വായിച്ചും വായനശാലകൾ സന്ദർശിച്ചും കുട്ടികൾ. വാർത്തകൾ വിശദമായി. സ്വകാര്യ ഭൂമിയിൽ ഇനി ചന്ദനമരങ്ങൾ നട്ടുവളർത്താം. ഇതിനായി വനം വകുപ്പ് ട്രീ ബാങ്കിംഗ് പദ്ധതിക്ക് തുടക്കമിട്ടു. ചന്ദനമരം വളർത്താൻ ആഗ്രഹിക്കുന്ന സ്വകാര്യ വ്യക്തികൾ വനം വകുപ്പുമായി ഉടമ്പടി വയ്ക്കണം. സ്വകാര്യ ഭൂമിയിൽ മറയൂർ ചന്ദനമരത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ വനം വകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതി. 15 വർഷം നീളുന്ന പദ്ധതിയുടെ ഭാഗമാകുന്നവർ വനം വകുപ്പുമായി ഉടമ്പടിയിൽ ഏർപ്പെടണം. ഇതിന്റെ ഭാഗമായി കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ 1-ാം വർഷം 30,000 ചന്ദനമരത്തൈകളാണ് വനം വകുപ്പ് സൗജന്യമായി നൽകുന്നത്. മറയൂർ ചന്ദനമരങ്ങളുടെ തൈകൾ കൊല്ലം സാമൂഹിക വനവൽക്കരണ വിഭാഗം നഴ്സറിയിലാണ് തയ്യാറാക്കിയത്. അടുത്ത വർഷം മുതൽ തേക്ക്, ഈട്ടി, പ്ലാവ്, ആഞ്ഞിലി, തമ്പകം, കരിമരുന്ന്, കുമ്പിൾ, വെന്തേക്ക് എന്നിവയുടെ തൈകളും സൗജന്യമായി നൽകും. 15 വർഷത്തേക്ക് ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർക്ക് വനം വകുപ്പ് ധനസഹായം നൽകും. സ്വന്തമായി ഭൂമിയുള്ളവർക്കോ 15 വർഷം പാട്ടത്തിന് ഭൂമി കൈവശമുള്ളവർക്കോ പദ്ധതിയുടെ ഭാഗമാകാം. സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഓഫീസുകളിൽ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യാം. 15 വർഷം പൂർത്തിയായതിനു ശേഷം സ്ഥലം ഉടമയ്ക്ക് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ അനുമതിയോടെ മരങ്ങൾ മുറിച്ച് ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാമെന്ന് സോഷ്യൽ ഫോറസ്ട്രി കോട്ടയം ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ സുഭാഷ് KB പറഞ്ഞു. നമ്മുടെ ഇതിനകത്ത് 15 കൊല്ലം വരെ ഇൻസെൻറ്റീവ് വരും. 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും ഇവർക്ക് കർഷകന് അത് വെട്ടി വിൽക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന 15 ആയതുകൊണ്ടാണ് നമ്മൾ അത് പരിപാലിക്കുന്നുണ്ട് ഉറപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ നമ്മൾ സമ്മതപത്രം ആവശ്യപ്പെടുന്നത്. ചന്ദനം മാത്രം വെട്ടിവിൽക്കുന്നത് സർക്കാരിൽ കൂടി തന്നെ ആവണമെന്നുള്ളതുണ്ട്. ബാക്കിയുള്ളതിനൊന്നും പ്രശ്നമില്ല. ചന്ദനം സാധാരണഗതിയിൽ വെട്ടിവിറ്റ് കഴിഞ്ഞാൽ വെട്ടിവിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. സർക്കാരിന് അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക്, വനംവകുപ്പിന് അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക് ഇത് പരിശോധിച്ച് കട്ട് ചെയ്യാൻ അത് ടെറിട്ടോറിയൽ ഡിവിഷനുകാർ കട്ട് ചെയ്ത് അത് നമ്മുടെ ചന്ദന ഡിപ്പോയിൽ എത്തിക്കും. പ്രത്യേകിച്ച് മറയൂരാണ് എത്തിക്കുന്നത്. ഇല്ല, നമ്മുടെ ചന്ദനത്തിന് 15,000 തൊട്ട് 20,000 രൂപ വരെ, 25,000 വരെയാണ് നിലവിലുള്ള 1 കിലോയ്ക്കുള്ള വില. ആ വില, കിട്ടുന്ന വില നമുക്ക് കർഷകന് കിട്ടും. അതിനകത്ത് ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ എമൗണ്ടും സർക്കാർ ഈ കർഷകന് തന്നെ കൊടുക്കുന്നതാണ്. 10 മുതൽ 100 വരെ ചന്ദനമരങ്ങൾ നട്ടു വളർത്തുന്നവർക്ക് പ്രതിവർഷം ഒരു മരത്തിന് 30 രൂപ ധനസഹായം ലഭിക്കും. 101 മരം മുതൽ 250 മരം വരെ വളർത്തുന്നവർക്ക് ഒരു മരത്തിന് 25 രൂപയും 251 മുതൽ 500 വരെ മരങ്ങൾ വളർത്തുന്നവർക്ക് ഒരു മരത്തിന് 20 രൂപയും വനം വകുപ്പ് ധനസഹായം നൽകും. 500 മുതൽ 750 മരം വരെ വളർത്തുന്നവർക്ക് ഒരെണ്ണത്തിന് 15 രൂപയാവും ലഭിക്കുക. 751 മുതൽ 1000 വരെ ചന്ദനമരങ്ങൾ നട്ടു വളർത്തുന്നവർക്ക് ഒരു മരത്തിന് 10 രൂപ ധനസഹായം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആരോഗ്യ മേഖലയിൽ ആധുനികതയുമായി പാമ്പാടി താലൂക്ക് ആശുപത്രി. ആശുപത്രിയിൽ നവീകരിച്ച ഫാർമസി ബ്ലോക്കും ഡെന്റൽ വിഭാഗവും മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ഒരുക്കി പാമ്പാടി താലൂക്ക് ആശുപത്രി. 15ഓളം വികസന പദ്ധതികളാണ് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കുകയും പ്രവർത്തികൾ തുടരുകയും ചെയ്യുന്നത്. ഇതിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ഫാർമസി ബ്ലോക്കിന്റെയും ദന്തരോഗ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം നടന്നു. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച ഫാർമസി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും, നമുക്കില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഡെന്റൽ വിഭാഗം, അത് സമാരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യം. ഇതോടുകൂടി നമ്മുടെ ആശുപത്രിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും പ്രാഥമികമായി നമുക്ക് ഇനിയും വേണ്ടി വരുന്ന, പ്രത്യേകിച്ച് ട്രോമാ കെയർ. നമ്മൾ KK റോഡിന്റെ സൈഡിലുള്ള ഒരു ആശുപത്രിയാണ്. ഒരുപക്ഷെ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ കോട്ടയം വരെ എത്തുന്നിടത്ത് റോഡ് ആക്സിഡന്റുകൾ ധാരാളമായി ഉണ്ടാകുമ്പോൾ അത്തരം ആക്സിഡന്റ് കേസുകൾ ഏറ്റവും പ്രധാനപ്പെട്ട അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ട്രോമാ കെയർ.
ട്രോമ കെയർ സെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇഞ്ചുറി വന്നാൽ സിവിയറായ ഇഞ്ചുറി വന്നാൽ ആ പേഷ്യന്റിന് വേണ്ടത്ര കെയർ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ വിനിയോഗിച്ച് OP ബ്ലോക്ക് ബിൽഡിംഗ് നിർമ്മിച്ചു. 1.32 കോടി രൂപ കിഫ്ബിയിൽ നിന്നും 15 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വിനിയോഗിച്ച് 10 ഡയാലിസിസ് മെഷീനുകൾ അടങ്ങുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 1 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും. യോഗത്തിൽ ചാണ്ടി ഉമ്മൻ MLA അധ്യക്ഷനായി. സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ, MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം റെജി സഖറിയ, ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളായ ബെറ്റി റോയ്, CM മാത്യു, മറിയാമ്മ എബ്രഹാം, പ്രേമ ബിജു, അനീഷ് പന്താക്കൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KA മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കോട്ടയം ജില്ലയിൽ വ്യാപക കൃഷിനാശം. പച്ചക്കറി, ഏത്തവാഴ കൃഷികളും റബ്ബർ മരങ്ങളും കാറ്റിൽ നിലംപതിച്ചു. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക കൃഷിനാശം. ഓണം വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ഏത്തവാഴയും പച്ചക്കറി കൃഷികളും പൂർണ്ണമായും നശിച്ചു. ഏറ്റവും അധികം നഷ്ടമുണ്ടായത് റബ്ബർ കർഷകർക്കാണ്. 1000-ലധികം ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന റബ്ബർ മരങ്ങളാണ് കടപുഴകി വീണ് നശിച്ചുപോയത്. ഒരു റബ്ബറിന് 300 രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ നൽകുന്നത്. എന്നാൽ ദീർഘവിളയായ റബ്ബറിന് ഈ നഷ്ടപരിഹാര തുക തീരെ അപര്യാപ്തമാണ്. കഴിഞ്ഞ വർഷം നഷ്ടം സംഭവിച്ച കർഷകർക്ക് പോലും നഷ്ടപരിഹാര തുക പൂർണ്ണമായും നൽകിയിട്ടില്ല. ഈ പ്രതിസന്ധിയെല്ലാം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇരുട്ടടിയും. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന റബ്ബറിനെ ഇക്കുറി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് നൽകുന്നതെന്ന് കർഷക കോൺഗ്രസ് കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ തോതിൽ കർഷകർ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കർഷകർക്ക് ഒരു വലിയ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും അധികം ബാധിച്ചത് റബ്ബർ കർഷകരെയാണ്. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ കഴിഞ്ഞ കൊല്ലം വരെ ഈ പറയുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ ഇൻഷുർ ചെയ്യാമായിരുന്നുവെങ്കിൽ ഈ കൊല്ലത്തെ ഈ പറയുന്ന 2025 ജൂൺ 30 വരെയാണ് ഇൻഷുർ ചെയ്യേണ്ട കാലാവധി. ഈ വർഷം വന്നപ്പോൾ റബ്ബറിനെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമൂലമുണ്ടായ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കർഷകർക്ക് അവരുടെ റബ്ബർ ഇൻഷുർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ഏത്തവാഴ കൃഷിയും ജില്ലയുടെ വിവിധയിടങ്ങളിൽ നശിച്ചുപോയി. കൂടാതെ പച്ചക്കറി കൃഷിയും കാറ്റിലും മഴയിലും പൂർണ്ണമായും നശിച്ചുപോയിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നുപോയ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായ ധനസഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം അട്ടിക്കൽ CMS LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സ്കൂളിലെ പരിപാടികൾക്ക് ശേഷം കുട്ടികൾ പൊൻകുന്നം ജനകീയ വായനശാല സന്ദർശിച്ചു. പൊൻകുന്നം അട്ടിക്കൽ CMS LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. അക്ഷരപ്പച്ച ഗ്രീൻ കോർണർ ഉദ്ഘാടനം സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജി ജോസഫ് നിർവഹിച്ചു. തുടർന്ന് വായനാ ദിന സന്ദേശം നൽകി. വായിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? വായിക്കുന്നത് കൊണ്ട് പുതിയ വാക്കുകളൊക്കെ പഠിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറാൻ കഴിയും. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊന്നും ഉണ്ടാകാറില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് കൊച്ചു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രായമുള്ള ആളുകൾക്കാണ് ടെൻഷൻ, മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പഠനത്തിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നറിയാമോ? മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറും. പിന്നെ എഴുതാനായിട്ടുള്ള കഴിവുണ്ടാകും, മാനസികമായിട്ടുള്ള ആരോഗ്യം നമുക്കുണ്ടാകും. മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള കഴിവ് ലഭിക്കുന്നത് വായനയിലൂടെയാണ്, വായിച്ചറിയുന്നതിലൂടെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ്. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ അനുസ്മരണവും ദീപം തെളിക്കലും നടന്നു. PTA പ്രതിനിധികളായ ജാസ്മിൻ അബ്ദുൽ കരീം, റേച്ചൽ ജോൺ, സാം ജോസഫ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് റോഷൻ C ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥിനി കരോളിൻ മാർത്ത മാർക്ക് വായനാ ദിന കവിത ചൊല്ലി. ഇവാൻ സാം വായനാ ദിനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. തുടർന്ന് സ്കൂളിലെ കുട്ടികൾ പൊൻകുന്നം ജനകീയ വായനശാല സന്ദർശിച്ചു. വായനശാല പ്രസിഡന്റും കവിയുമായ P മധുവുമായി കുട്ടികൾ സംവദിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. PN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു. കോട്ടയത്ത് YMCAയുടെ കീഴിലുള്ള ബോധി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ വായനാ ദിനം ആചരിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി നാടെങ്ങും ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കോട്ടയം YMCAയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബോധി നിലയം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ വായനാ ദിനം ആചരിച്ചു. 25 കുട്ടികളാണ് ബോധി നിലയം സ്പെഷ്യൽ സ്കൂളിൽ ഉള്ളത്. കവിതകൾ ചൊല്ലിയും കഥകൾ പറഞ്ഞും അവർ വായനാ ദിനം ആചരിച്ചു.
ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി പെയ്തു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഓരോ തൈകൾ നിറഞ്ഞു നടുന്നു. വായനാദിന സന്ദേശം നൽകുന്ന കാർഡുകളും തയ്യാറാക്കിയിരുന്നു. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഥ പറഞ്ഞ് കവിതകൾ ചൊല്ലിയും ആണ് ബോധിനിലയം സ്കൂളിലെ കുട്ടികളുടെ പഠന രീതി എന്ന് അധ്യാപിക സലീന പീറ്റർ പറഞ്ഞു. കവിതകളും കഥകളും ഒക്കെ ഇതുപോലെ നമ്മൾ ക്രിയേറ്റീവായിട്ട് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളുടെ ആക്ഷനിലൂടെ അല്ലെങ്കിൽ കളികളിലൂടെ തമാശകളിലൂടെയൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ല. അതല്ലാതെ നമ്മൾ കളികളിലൂടെയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണങ്ങളൊക്കെ സഹിതം നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഉദാഹരണങ്ങളൊക്കെ സഹിതം പഠിപ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബോധിനിലയം സ്കൂളിലെ കുട്ടികളുടെ കഴിവിനനുസരിച്ചുള്ള പഠന രീതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് YMCA കോട്ടയം ജനറൽ സെക്രട്ടറി ഷൈജു വർഗീസ് കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള വിവിധമായ പഠന രീതികളാണ് നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ സിലബസ് അതേപോലെ തന്നെ സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിലബസ് അനുസരിച്ചാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഇവർക്ക് സൗജന്യമായ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകുന്നത് സൗജന്യമായിട്ടാണ്. കഥകൾ പറഞ്ഞും കവിതകൾ ചൊല്ലിയും വായനാ ദിനം ആചരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടികൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദുരിതയാത്രയ്ക്ക് പരിഹാരമാകാൻ റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയ മെറ്റൽ കൂന ദുരിതമായി മാറുന്നു. പാമ്പാടി വട്ടമലപ്പടി പള്ളിക്കുന്ന് റോഡിലാണ് നിർമ്മാണത്തിനായി 2 മാസം മുൻപ് ഇറക്കിയ മെറ്റൽ കൂന നിർമ്മാണം നീണ്ടതോടെ യാത്രക്കാർക്ക് മറ്റൊരു പ്രശ്നമായി മാറിയത്. 1 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന പാമ്പാടി വട്ടമലപ്പടി പള്ളിക്കുന്ന് റോഡിൽ 1.5 മാസം മുൻപാണ് മെറ്റൽ ഇളക്കിയത്. ഇതോടെ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുക പ്രയാസമായി. മഞ്ഞാടി മീനിടം റോഡിലേക്കുള്ള എളുപ്പ വഴിയാണ് ഇത്. കൂടാതെ വട്ടമലപ്പടിയിൽ നിന്നും സെന്റ് ജോൺസ് കത്തീഡ്രലിലേക്കും CSI പള്ളിയിലേക്കും പോകാം. മഴ കൂടി ശക്തമായതോടെ റോഡ് തകർന്ന് ചെളിക്കുളമായിരിക്കുകയാണ്. ഇതോടൊപ്പം മെറ്റൽ ഇറക്കിയിട്ടതിനാൽ വാഹന ഗതാഗതവും ദുഷ്കരമായി. 100 കണക്കിന് സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ആശ്രയിക്കുന്ന റോഡ് നന്നാക്കാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പരാതി ഉയർന്നു. 1 വർഷം മേളിലായിട്ടുണ്ട് ഇങ്ങനെ കുണ്ടക്കുഴിയായി കിടക്കാറുണ്ട്. പാറപ്പൊടി ഇറക്കിയിട്ട് 2-3 ആഴ്ചകളായിരുന്നു. അത് ആ കുഴിയിലോട്ട് ഇട്ടിരുന്നെങ്കിൽ അവിടെ ആരും മാറ്റിയിട്ട് അവിടെ ആ കുഴി മൂടി കഴിയുമ്പം കുഴി ഇല്ലാത്തവർക്ക് ഇട്ടുകൊണ്ട് ഇപ്പുറത്തെ കുഴിയാണ്. അത് വെള്ളക്കെട്ടുമായി വണ്ടിക്കാരെല്ലാം വന്ന് വീഴുകയും ചെയ്യും. അപകടം നടന്നു പോകുന്നവർ നേരത്തെ ചിലപ്പം വെള്ളം തെറിക്കും. വെള്ളത്തിൽ പ്രവേശനമുണ്ട്. ഈ റോഡ് അങ്ങോട്ട് ഇഷ്ടംപോലെ ജനങ്ങളുള്ള ഏരിയ, ക്ഷേത്രത്തിൽ പോകുന്ന വഴി, പള്ളിയിൽ പോകുന്ന വഴി ഇവിടെല്ലാം വളരെ ശോചനീയമായിട്ടാണ്. ഓവർസിയറും എൻജിനീയറും സ്ഥലത്തില്ല എന്നുള്ള നിസ്സാര കാരണങ്ങളാണ് തുടർ പ്രവർത്തന നടപടികൾക്കുള്ള സാങ്കേതിക തടസ്സമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. റോഡിന് 9 ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത്. റോഡ് നിർമ്മാണം വേഗം പൂർത്തിയാക്കുകയോ മെറ്റൽ കൂന നീക്കുകയോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ CPM വാഴൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് യുദ്ധവിരുദ്ധ റാലി നടത്തി. CPM പാർട്ടി ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സമാപിച്ചു. നേതാക്കളായ VG ലാൽ, IS രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ, TN ഗിരീഷ് കുമാർ, K സേതുനാഥ്, അമ്പിളി ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. പൊൻകുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ ദിനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. സാംസ്കാരിക പ്രവർത്തകൻ മീനടം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജനീവ് PG അധ്യക്ഷനായി. ഗ്ലാസ് പെയിന്റിംഗിൽ വർണ്ണങ്ങൾ വിരിയിക്കുന്ന ഒരു കലാകാരിയെ ഇനിയും പരിചയപ്പെടാം. കോതമംഗലം സ്വദേശിനിയായ അമ്പിളി. കോട്ടയം ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ അമ്പിളി ഒരുക്കിയ എക്സിബിഷൻ ഏറെ ശ്രദ്ധ നേടി. ഗ്ലാസ് പെയിന്റിംഗിൽ കഴിവ് തെളിയിച്ച് കോതമംഗലം സ്വദേശിനി അമ്പിളി കോട്ടയം ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആണ് ലിക്വിഡ് ഫോം 11 എന്ന പേരിൽ അമ്പിളി വരച്ച ഗ്ലാസ് പെയിന്റിങ്ങുകളുടെ പ്രദർശനം ഒരുക്കിയത്. അമ്പിളി നടത്തുന്ന 11ാമത് സോളോ ചിത്ര പ്രദർശനമാണിത്. മാസങ്ങളോളം സമയമെടുത്താണ് ഓരോ ചിത്രവും വരയ്ക്കുന്നത്. 23 വർഷമായി ഗ്ലാസ് പെയിന്റിംഗിൽ മാത്രം സജീവമാണ് അമ്പിളി. സാധാരണ കാണാത്ത തരത്തിലുള്ള വലിയ ഗ്ലാസുകളിലാണ് പെയിന്റിങ്ങുകൾ ചെയ്തിട്ടുള്ളത്. 1.5 മീറ്റർ വരെ വലിപ്പമുള്ളതാണ് ഗ്ലാസുകൾ. പ്രകൃതിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും കണ്ടെത്തിയ വിഷയങ്ങളാണ് ചിത്രങ്ങളായി ഗ്ലാസിൽ പിറവിയെടുത്തിട്ടുള്ളത്. ഓരോ ചിത്രത്തിന്റെയും കളർ കോമ്പിനേഷനും അതിമനോഹരമാണ്. പല പ്രാവശ്യം വരച്ചു നോക്കിയ ശേഷം അവസാനം പ്രിന്റ് എടുത്ത് ഗ്ലാസിന് അടിയിൽ വെച്ചാണ് ഔട്ട്ലൈൻ വരച്ചു ചേർക്കുക. ആർട്ടിന്റെ രീതി അത് ഒരു ഔട്ട്ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സ്കെച്ച് ചെയ്യുന്നത്.
അത് നമ്മൾ ഓൺ സ്കെച്ചസ് വരുമ്പം നമ്മൾ തന്നെ വരച്ച് നമ്മുടെ മനസ്സിലെ തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ട ഇമേജസ് ആയിരിക്കും. ഈ ഇമേജസിനെ നമ്മൾ മനസ്സിലേക്ക് എടുത്ത് നമ്മൾ വരച്ച് പല പ്രാവശ്യം അതിൻ്റെ മുകളിൽ ക്രയോണോ സ്കെച്ചൊക്കെ വെച്ച് പെയിൻറ് ചെയ്ത് നോക്കി അതൊരു ഫൈനൽ ഒരു പ്രിന്റിലേക്ക് വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒരിക്കലും ഡയറക്റ്റ് പെയിൻറ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതിനകത്ത് കറക്ഷൻ പോസിബിൾ അല്ല, നമുക്കൊന്നും മാറ്റി ചെയ്യാനോ ഒന്നും നടക്കില്ല പെട്ടെന്നൊന്നും. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും അതിനെ വലുതാക്കി ഒരു വലിയ പ്രിന്റ് എടുത്ത ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഔട്ട്ലൈൻ എല്ലാം ഇട്ട്. അമ്പിളി ഇതുവരെ കേരളത്തിനകത്തും പുറത്തുമായി 10 സോളോ എക്സിബിഷനുകളും 15ഓളം ഗ്രൂപ്പ് എക്സിബിഷനുകളും നടത്തിയിട്ടുണ്ട്. 24 പെയിന്റിങ്ങുകളാണ് കോട്ടയം ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചത്. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO ആയ ഭർത്താവ് സാജുവും 2 ആൺമക്കളും അമ്പിളിയുടെ യജ്ഞത്തിന് കൂട്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ വ്യക്തികൾക്കും ഇനി ചന്ദനമരം നട്ടുവളർത്താം. ട്രീ ബാങ്കിംഗ് പദ്ധതിയുമായി വനം വകുപ്പുമായി ഉടമ്പടി വയ്ക്കണം. ആരോഗ്യ മേഖലയിൽ പുത്തൻ ചുവടുമായി പാമ്പാടി താലൂക്ക് ആശുപത്രി. നവീകരിച്ച ഫാർമസി ബ്ലോക്കും ഡെന്റൽ വിഭാഗവും നാടിന് സമർപ്പിച്ചു. കോട്ടയം ജില്ലയിൽ വ്യാപക കൃഷിനാശം. കനത്ത കാറ്റിൽ കടപുഴകിയത് 1000 റബ്ബർ മരങ്ങൾ. അർഹമായ നഷ്ടപരിഹാരം വേണമെന്ന് കർഷകർ. PN പണിക്കരെ അനുസ്മരിച്ച് നാട്. വായനാ ദിനം ആചരിച്ചു. പുസ്തകങ്ങൾ വായിച്ചും വായനശാലകൾ സന്ദർശിച്ചും കുട്ടികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.